ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മീൻ കറിയാണ്. തോല് കീറിയെടുക്കുന്ന ഒരു മീനാണിത്. കണ്ടോ, നങ്ക് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക, എറണാകുളത്ത് പറയുക ഇതിന് നങ്ക് എന്നാണ്. അപ്പോൾ ആ മീനിൻ്റെ പേര്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുടംപുളി ഒരു 4 കഷ്ണം വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, മുളക്, നാടൻ മുളക് പൊടിയാണ് എരിവുള്ളത്, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, എങ്കിലും അതൊന്ന് കഷ്ണം ആക്കി എടുക്കണം. സൈഡിലെ മുള്ളൊക്കെ വെട്ടി കഷ്ണമാക്കി എടുത്ത് വയ്ക്കാം. മീൻ കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അരയ്ക്കാം. കണ്ടോ, ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. ശേഷം നമുക്ക് മീൻ കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ആ എണ്ണയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഈ പേസ്റ്റ് നല്ലപോലെ വഴറ്റി എടുക്കണം. നല്ലപോലെ വഴങ്ങി വന്ന ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അത് ഈ പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസോളം വെള്ളം എടുക്കാം. അത്യാവശ്യം കൊഴുപ്പുണ്ടാകും കറിക്ക്, എന്നാൽ ഒരുപാട് വെള്ളമായി പോവുകയില്ല. ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കുടംപുളി ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറ് കറിയാണല്ലോ, അപ്പോൾ ഏകദേശം നമുക്കതിൽ നല്ലപോലെ ഗ്രേവി ഉണ്ടാവണം. തക്കാളി കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു മൂടി നമുക്ക് തിളയ്ക്കാൻ വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നല്ലപോലെ തിള വരുമ്പോൾ നമുക്ക് മീനെടുത്ത് പിറക്കിയിട്ട് കൊടുക്കാം. മീൻ ഇവിടെ കഷ്ണങ്ങളാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി. ഇനി ഒന്നൊന്നായിട്ട് മീൻ പിറക്കി ഇട്ട് കൊടുക്കാം. എപ്പോഴും ചാറ് നല്ലപോലെ തിളയ്ക്കാതെ മീനിട്ട് കൊടുക്കരുത്. ചാറ് നന്നായി കുത്തി തിളച്ച ശേഷം മീനിട്ട് കൊടുക്കുക. പതുക്കെ ചേർത്ത് കൊടുക്കുക, മീൻ പൊടിഞ്ഞു പോവാതെ. അതിനുശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. നല്ലപോലെ കുത്തി തിളച്ച് മീനൊക്കെ വെന്തിട്ടുണ്ടാകും. ഒരു 5 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് മീൻ വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് കായം കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. ഇത്രയേ ഉള്ളൂ മുളക് കറി വെക്കാനായിട്ട്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമുള്ള ഒരു മുളക് കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നൊരു വിഭവം ഇതാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെ വളരെ സഹകരണത്തോടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.